പ്രിയപ്പെട്ട ഭാവി സർക്കാർ ജീവനക്കാരെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആർടെമിസ് 2 ഇതിനെപ്പറ്റിയാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ വലയം വെച്ച് തിരിച്ച് ഭൂമിയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ് ആർടെമിസ് 2. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ വലയം വെച്ച് തിരിച്ച് ഭൂമിയിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ് ആർടെമിസ് 2. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നാസയാണ്. NASA നാസ. നാസ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് വെച്ചോളാം. നാസയുടെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ പൂർണ്ണരൂപം. ഇത് പലർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ആർടെമിസ് 2 മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ വലയം വെച്ച് തിരിച്ച് ഭൂമിയിൽ എത്തിച്ചേരുക എന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ആർടെമിസ് 2. ഇത് വിക്ഷേപിച്ച തീയതി പഠിച്ചു വെച്ചോളണം. വിക്ഷേപിച്ച ഡേറ്റ് തീയതി എന്ന് പറയുമ്പോൾ 2026 ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 ഈ ഒരു തീയതി നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇതിപ്പം 10ാം ക്ലാസ് +2 ഡിഗ്രി ലെവലിലുള്ള ഏതൊരു PSC പരീക്ഷയുടെ കാര്യം എടുത്താലും ഇത് സംഭവം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. ആർടെമിസ് 2 വിക്ഷേപിച്ച തീയതി ഇത് നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. വിക്ഷേപിച്ച തീയതിയാണ് ഇത് എങ്കിൽ വിക്ഷേപിച്ച പേടകം ഏതാണ്? വിക്ഷേപിച്ച പേടകം ഓറിയോൺ എന്ന പേടകം, അതിലാണ് ഈ ഒരു ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. പിന്നെ വിക്ഷേപിച്ച വാഹനം പഠിച്ചു വെച്ചിരിക്കണം. വിക്ഷേപിച്ച വാഹനം ഏതാണ്? സ്പേസ് ലോഞ്ച് സിസ്റ്റം. SLS എന്ന ഷോർട്ട് ഫോമിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതും കൂടി പഠിച്ചു വെച്ചോളാം. വാഹനമാണ് ആർടെമിസ് 2 വിക്ഷേപിച്ച വാഹനമാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം, SLS ഷോർട്ട് ഫോം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടുത്തത് പഠിച്ചു വെച്ചിരിക്കണം. വിക്ഷേപണം നടന്നത് എവിടെ വച്ചിട്ടാണ് വിക്ഷേപണം നടന്നത് എന്ന് പഠിച്ചു വെച്ചിരിക്കണം. വിക്ഷേപണം നടന്നത് കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ വെച്ചാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. കെന്നഡി സ്പേസ് സെന്റർ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലാണ് ഇത്, അവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ദൗത്യം തിരിച്ച് നമ്മുടെ ഭൂമിയിൽ എത്തിയതും കൂടി പഠിച്ചു വെച്ചോളാം. തിരികെ എത്തിയത് 2026 ഏപ്രിൽ 10. 26 ഏപ്രിൽ 10 ഈ ഒരു ആർടെമിസ് 2 തിരിച്ച് ഭൂമിയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ അത് പസഫിക് സമുദ്രത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വിക്ഷേപിച്ച ഡേറ്റ് പഠിച്ചു വെച്ചോളാം. ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 ഇത് വിക്ഷേപിച്ചത്. പിന്നെ ഇതിൻ്റെ പേടകം ആർടെമിസ് 2 ഇതിനെ കൊണ്ടുപോയിട്ടുള്ള പേടകമാണ് ഓറിയോൺ. വാഹനം സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS. പിന്നെ ഇതിൻ്റെ വിക്ഷേപണം നടന്നത് കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ. പിന്നെ ഇത് പോയിട്ട് ചന്ദ്രനെ വലയം വെച്ച് തിരിച്ച് ഭൂമിയിൽ എത്തിയത് ഡേറ്റ് പഠിച്ചു വെച്ചോളാം. 2026 ഏപ്രിൽ 10. ഇത്രയും കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു തന്നേക്കാം. ISRO എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ISRO നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15. ഇത് ഒരുപാട് തവണ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സംഭവമാണ്. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. പിന്നെ ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് അന്തരീക്ഷ ഭവൻ. ഇതെവിടെയാണുള്ളത്? ബംഗളൂരുവിലാണ് അന്തരീക്ഷ ഭവൻ
ISROയുടെ ആസ്ഥാനം ഉള്ളത്. പിന്നെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചോദ്യമുണ്ട്. ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുക. കമൻറ്റിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ ഞാൻ തരും. വി നാരായണൻ, ഇദ്ദേഹം എത്രാമത്തെ ISROയുടെ ചെയർമാനാണ്? ആർടെമിസ് 2 ഇതിൽ 4 മനുഷ്യർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്ന് പഠിച്ചു വച്ചേക്കാം. 1 റീഡ് വൈസ്മാൻ. ഇദ്ദേഹമാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ കമാൻഡർ. രണ്ടാമത്തേത് വിക്ടർ ഗ്ലോവർ. ഇദ്ദേഹമാണ് ഇതിൻ്റെ പൈലറ്റ്. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് വിക്ടർ ഗ്ലോവർ. ഫസ്റ്റ് കറുത്ത വർഗ്ഗക്കാരൻ, ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് ഇദ്ദേഹം. റീഡ് വൈസ്മാൻ ആണ് ഇതിൻ്റെ ഈ ഒരു ആർടെമിസ് 2ൻ്റെ കമാൻഡർ. വിക്ടർ ഗ്ലോവർ ആണ് ഇതിൻ്റെ പൈലറ്റ്. മൂന്നാമത്തത് ക്രിസ്റ്റീന കോച്ച്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് വനിതയാണ്. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ വനിത. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് വനിത, ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. അതുപോലെ തന്നെ ഈ ഒരു മിഷനിൽ ഉള്ള ഏക വനിത ക്രിസ്റ്റീന കോച്ചാണ്. ഇവിടെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുമ്പം PSC അറിയാമല്ലോ. PSCയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്, ഇങ്ങനെയുള്ള ആദ്യത്തെ എന്നുള്ള ഒരു വാക്ക് ചേർന്ന സംഭവങ്ങൾ ചോദിക്കും. അതേപോലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ രാഷ്ട്രപതി, ആദ്യത്തെ വനിത എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് ചുവപ്പ് മഷി പേന കൊണ്ട് തന്നെ വരച്ചിട്ട് പഠിച്ചോളണം. ആർടെമിസ് 2 അതിലുണ്ടായിരുന്ന വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. അടുത്തത് നാലാമത്തത് ജെറമി ഹാൻസൺ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം USA-കാരനല്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹം. കാനഡ രാജ്യത്ത് നിന്നുള്ള വ്യക്തിയാണ് ജെറമി ഹാൻസൺ. അമേരിക്കക്കാരനല്ലാത്ത വ്യക്തി ക്രിസ്റ്റീന കോച്ച് ആദ്യത്തെ വനിത, പിന്നെ വിക്ടർ ഗ്ലോവർ പൈലറ്റ് ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ, പിന്നെ റീഡ് വൈസ്മാൻ ആണ് ഇതിൻ്റെ കമാൻഡർ. ഈ 4 കാര്യങ്ങൾ നല്ലപോലെ ഒരു ചെറിയൊരു കൊച്ചു ബോക്സൊക്കെ വരച്ച് ഒരു ചുവപ്പ് മഷിപ്പേന കൊണ്ടൊക്കെ അടയാളപ്പെടുത്തി വച്ച് കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. അതായത് ഒന്ന് ഓറിയോൺ, പിന്നെ ഒന്നാണ് ഇൻറ്റഗ്രിറ്റി. ഈ 2 വാക്കുകൾ സ്പെഷ്യലായിട്ട് പറഞ്ഞുതരാം. അതായത് ഓറിയോൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസയുടെ ആർടെമിസ് ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബഹിരാകാശ പേടകത്തിൻ്റെ പൊതുവായിട്ടുള്ള പേരാണ് ഓറിയോൺ. എന്ന് പറയുമ്പം നാസയുടെ ആർടെമിസ് ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബഹിരാകാശ പേടകത്തിൻ്റെ പൊതുവായിട്ടുള്ള പേരാണ് ഓറിയോൺ. എന്നാൽ ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് നോക്കി പറഞ്ഞുതരാം. അതായത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പം ആർടെമിസ് 2 ദൗത്യത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം നിർമ്മിച്ച പേടകമാണ് ഇൻറ്റഗ്രിറ്റി. അതായത് ആർടെമിസ് 2 എന്ന ഈ ഒരു ദൗത്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ച ഓറിയോൺ പേടകത്തെയാണ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആർടെമിസ് 2ൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആർടെമിസ് 3ൻ്റെ കാര്യം, ആർടെമിസ് 3 അത് 2027 ഉണ്ടാകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അത് നീണ്ടുപോകോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എങ്കിലും ആർടെമിസ് 3 2027 ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് ആർടെമിസ് 3ൻ്റെ കാര്യം പറഞ്ഞു, 2ൻ്റെ കാര്യം പറഞ്ഞു. എങ്കിൽ ആർടെമിസ് 1ൻ്റെ കാര്യം നോക്കാം. ആർടെമിസ് 1 വിക്ഷേപിച്ചത് 2022 നവംബർ 16 വിക്ഷേപിച്ചത്. വിക്ഷേപിച്ചതെന്നാണ് 2022 നവംബർ 16. എങ്കിൽ ഈ ഒരു ഇത് തിരിച്ച് ഭൂമിയിൽ എത്തിയതെന്നാണ്
തിരിച്ചെത്തിയത്. 2022 ഡിസംബർ 11 2022 ഡിസംബർ 11 ആർടെമിസ് 1 തിരിച്ച് ഭൂമിയിൽ എത്തിയത്. പിന്നെ ഇതിൻ്റെ പേടകം പഠിച്ചു വച്ചിരിക്കണം. പേടകം ഓറിയോൺ. നേരത്തെ 2ന്റെ കാര്യത്തിലും ഓറിയോൺ തന്നെയാണ്, ഇവിടെ 1ന്റെ കാര്യത്തിലും ഓറിയോൺ തന്നെയാണ്. ഓറിയോൺ ആർടെമിസ് 1 ഇതിൻ്റെ പേടകമാണ് ഓറിയോൺ. എങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ വാഹനം പഠിച്ചു വച്ചേക്കണം. വാഹനം ആർടെമിസ് 1 ഇതിൻ്റെ വാഹനം കൂടി പഠിച്ചു വയ്ക്കണം. അത് SLS ആണ്. എന്താണ് SLS? നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നുള്ളതാണ് SLS. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇത്രയും കാര്യങ്ങളാണ് ആർടെമിസ് 1 ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത്. ആർടെമിസ് 1 സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നിനെ പറ്റിയൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെച്ചോളാം. പിന്നെ ഈ ഒരു മിഷൻ ഇതിൽ മനുഷ്യർ ഇല്ലായിരുന്നു. മനുഷ്യർ ഇല്ല, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ആർടെമിസ് 2 എത്ര മനുഷ്യരുണ്ടായിരുന്നു? 4 മനുഷ്യരുണ്ടായി. അവരെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്കിൽ ആർടെമിസ് 1ന്റെ കാര്യത്തിൽ മനുഷ്യരെ ഇല്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ച് വച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വച്ചേക്കണം. ഇവിടെ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്, ചെറുതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ ഗ്യാരണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.